മാലിന്യമാണ്. അതിനേക്കാൾ ഉപരി ലഹരിയുടെ പിടിയിൽ അമർത്തപ്പെട്ട ഈ കൊച്ചു കേരളത്തിന് നടുവിലാണ് ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കാണാൻ എത്ര കേമനാണെങ്കിലും എത്ര വിദ്യാസമ്പന്നനാണെങ്കിലും അവരെല്ലാം ഇന്ന് അനേക ദുശീലങ്ങളിൽ, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമകളാക്കപ്പെട്ടിരിക്കുന്ന വല്ലാത്ത ഒരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നാം ഇന്ന് ഓരോരുത്തരും നിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിനെങ്ങനെയാണ് ഒരു മാറ്റം വരുന്നത്? എങ്ങനെ അതിനെ മാറ്റാൻ കഴിയും? നമുക്കറിയാം, ഇന്ന് നിരവധി അനവധി ഡി എഡിഷൻ സെന്ററുകളുണ്ട്. എന്തുവാ, ഒരാൾ മദ്യപാനത്തിന് അടിമയായാൽ എങ്ങനെയെങ്കിലും വിമോചനം നേടുവാൻ ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള അനേക സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ആഴ്ചകളോളം അവിടെയുള്ള ട്രീറ്റ്മെന്റും അവിടെയുള്ള ഉപദേശങ്ങളും കേട്ട് ആ മനുഷ്യൻ അതിൽ നിന്നും മോചിതനാകണം എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്ന സ്ഥാപനങ്ങളാണ് ഇങ്ങനെയുള്ള ഓരോ എഡിഷൻ സെന്ററുകളും. പക്ഷേ ആഴ്ചകൾ കഴിഞ്ഞ് ആ മനുഷ്യൻ തിരികെ വീട്ടിലെത്തി കൂട്ടുകാരോട് കൂടുന്നു, നാട്ടുകാരോട് ഒത്തുകൂടുന്നു. പിന്നീട് വീണ്ടും അവൻ ഏത് ലഹരി ഉപയോഗിച്ചോ അതിനേക്കാൾ കുറച്ചുകൂടെ കട്ടിയായ ലഹരിക്ക് ആ മനുഷ്യൻ അടിമയാകുന്നു. സ്നേഹിത, അങ്ങനെയെങ്കിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഉലകത്തിൽ ഒരു മനുഷ്യനെയും മാറ്റാൻ ഇവിടുത്തെ മതങ്ങൾക്ക് കഴിയത്തില്ല, ഇവിടുത്തെ യാതൊരു പ്രസ്ഥാനങ്ങൾക്കും കഴിയത്തില്ല. എന്നാൽ ഞങ്ങൾ ഈ സമയം പ്രഘോഷിക്കുന്ന നസറേനായ യേശുക്രിസ്തുവിന് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് രൂപാന്തരം വരുത്താൻ കഴിയും. അവന്റെ മദ്യപാനത്തിന്, അവന്റെ മയക്കുമരുന്നുകൾക്ക്, ലഹരി പദാർത്ഥങ്ങൾക്ക് അടിമപ്പെട്ട് കിടക്കുന്ന സകല സ്വഭാവങ്ങൾക്കും ആ മനുഷ്യനെ മാറ്റാൻ കഴിയുന്നത് വിശുദ്ധ തിരുവെഴുത്തിനാണെന്ന് ഇന്ന് അധികം ശക്തിയോടും ഗൗരവത്തോടും ഈ മലയോര പ്രദേശത്തോട് ഞങ്ങൾ വിളിച്ചു പറയുകയാണ്. കാരണം എന്താ? ഇതുപോലൊരു മനുഷ്യനെ മനുഷ്യനാക്കാൻ കഴിയുന്ന വേറൊരു പ്രസ്ഥാനമില്ല, വേറൊരു യുഗ പുരുഷനില്ല എന്ന് ഇന്ന് നാം മനസ്സിലാക്കേണ്ട കാലഘട്ടത്തിന് നടുവില നമ്മൾ ഓരോരുത്തരും ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നാം ജീവിക്കുന്നത് ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിനകത്തൂടെയാണ്. കാരണം എന്താ? ഇതെങ്ങനെയാ ഇവിടെ സംഭവിച്ചത്? അതിനൊക്കെ ഞാൻ പറയാം. ഇവിടെ ആര്യന്മാരുടെ വരവോടുകൂടെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിന് നാന്ദി കുറിപ്പാൻ ഇടയായിത്തീർന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന നിരവധി അനവധി വിഷയങ്ങളുണ്ട്. ആര്യമതമാണെങ്കിൽ വേദവും ഉപനിഷത്തും പുരാണവും ഉപപുരാണവും സ്മൃതികളും ഭഗവത്ഗീതയുമുണ്ട്. പാർസിയോട് ചോദിച്ചാൽ അവർ പറയും ഞങ്ങൾക്ക് സെന്തവസ്ഥ എന്ന മതഗ്രന്ഥമുണ്ട്. ബുദ്ധൻ പറയും ഞങ്ങൾക്ക് ത്രിപീഠകമുണ്ട്. ജൈനൻ പറയും ഞങ്ങൾക്ക് അങ്കാശ് എന്ന ഞങ്ങളുടെ മതഗ്രന്ഥമാണുള്ളത്. സിഖുകാരൻ പറയും ഞങ്ങൾക്ക് ഗ്രന്ഥ സാഹിബുണ്ട്. ഇസ്ലാം പറയും ഞങ്ങൾക്ക് ഖുർആനുണ്ട്. അങ്ങനെയെങ്കിൽ ക്രിസ്ത്യാനി മാറി നിന്നുകൊണ്ട് പറയും ഞങ്ങൾക്കും ഒരു മതഗ്രന്ഥമുണ്ട്. അതിന്റെ പേരെന്തുവാ? വിശുദ്ധ വേദപുസ്തകം അഥവാ ബൈബിൾ. അപ്പോൾ എന്താണ് ബൈബിൾ? ബൈബിളിന്റെ പ്രത്യേകത എന്താണെന്ന് ഒരു വാക്കിൽ പറഞ്ഞ് ആ വിഷയം അവിടെ പൂരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1189 അധ്യായവും 31,173 വാക്യങ്ങളും 39 പഴയ നിയമത്തിലെ പുസ്തകങ്ങളും 27 പുതിയ നിയമ പുസ്തകങ്ങളും അടങ്ങി 66 പുസ്തകങ്ങൾ ആലേഖനം ചെയ്യപ്പെട്ടതാണ് വിശുദ്ധ വേദപുസ്തകമെന്ന് നാം അറിഞ്ഞിരിക്കണം. 1600 സംവത്സരം 40 എഴുത്തുകാരന്മാർ, പണ്ഡിതൻ, പാമര, ദർശക, ഭിക്ഷകർ, കളക്ടർമാർ, ആട്ടിടയന്മാരാൽ എഴുതപ്പെട്ട ഈ തിരുവെഴുത്ത് BC 1500 സീനായ് മലയുടെ അടിവാരത്തിൽ ഇരുന്നു കൊണ്ട് മോശ എന്ന് വിളിക്കപ്പെടുന്ന ദൈവമനുഷ്യനാൽ എഴുതി തുടങ്ങിയതാ. അങ്ങനെ മലകളും താഴ്വരകളും ഗുഹകളും കുന്നുകളും ജെറുസലേമിന്റെ ദേവാലയങ്ങളും പെർഷ്യൻ തലസ്ഥാന നഗരിയും ഇറാഖിലെ ഖേബാർ നദീതീരവും യൂറോപ്പിലെ ചില റോമൻ ജയിലുകളുമെല്ലാം തിരുവെഴുത്തിന്റെ എഴുത്തുപുരകളായി മാറി. അവസാനം AD 100 പത്മോസ് എന്ന ഏകാന്ത ദ്വീപിലിരുന്ന് യോഹന്നാൻ എന്ന് വിളിക്കപ്പെട്ട അപ്പോസ്തലനാൽ ഈ വിശുദ്ധ ഗ്രന്ഥം
എഴുതി അവസാനിപ്പിക്കാൻ ഇടയായിത്തീർന്നു. അങ്ങനെയെങ്കിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിനകത്ത് അനേക ഭാവികളെ, അനേക രോഗികളെ, അനേക വിഷയങ്ങൾ കുടുങ്ങിയവരെ, മരണത്തിന് ആഗ്രഹിച്ചവരെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ന് ലോകത്തിൽ ഏറ്റവും അധികം വിറ്റഴിക്കപ്പെടുന്ന, ഏറ്റവും അധികം പ്രസംഗിക്കപ്പെടുന്ന, ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന, ഏറ്റവും അധികം ഹൃദയങ്ങളിലേക്ക് ഏറ്റെടുക്കുന്ന ഒരൊറ്റ വിഷയമുള്ളൂ. അതാണ് സുവിശേഷം എന്ന് പറയുന്നത്. തെരുക്കോളിൽ പ്രസംഗിക്കുന്നു, നാടുകളിൽ പ്രസംഗിക്കുന്നു, മലകളിൽ പ്രസംഗിക്കുന്നു, അയ്യോ ചില ടൗണുകളിൽ പ്രസംഗിക്കുന്നു, വയലുകൾ പ്രസംഗിക്കുകയാ. ഈ അവസരം ഞാനിവിടെ പ്രസംഗിക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുന്നു. കാരണം ലോകത്തെ ഇത്രമാത്രം പിടിപ്പാൻ, ഇത്രമാത്രം ആകർഷിക്കാൻ, മനുഷ്യ മനസ്സിനെ, ഹൃദയത്തെ, മരണത്തോടടുക്കുന്ന മനുഷ്യനെ, നീ മരിക്കണ്ട, ആത്മഹത്യ നിന്റെ ജീവിതത്തിന് ഒരു പരിഹാരം വരത്തില്ല, ആത്മഹത്യ നിന്റെ ജീവിതത്തിൽ അവസാനമല്ല എന്ന് പഠിപ്പിക്കുന്നതാ വിശുദ്ധ വേദപുസ്തകം. കൊല്ലാനും കൊള്ളിവെപ്പാനും ഗുണ്ടാ തലവന്മാരായി നടന്ന അനേകരെ അവരുടെ ജീവിതത്തിലേക്ക് മാർഗമുള്ള, മാതൃകയുള്ള ഒരു അപ്പന്, നല്ലൊരു അപ്പനായി, നല്ലൊരു അമ്മയായി, നല്ലൊരു സഹോദരിയായി, നല്ലൊരു മകനായി ജീവിക്കാൻ ഒരു മനുഷ്യനെ മാറ്റം വരുത്തുന്ന ഒരു പ്രസ്ഥാനത്തിന്റെ പേരാ സുവിശേഷം എന്നത്. ചിലയിത് ഈ സുവിശേഷം പ്രസംഗിച്ചത് കൊണ്ട് ഞങ്ങളെ പോലെയുള്ള അനേകരെ പലരും ഉപദ്രവിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ സഹോദരങ്ങളിൽ ഏകദേശം 2000-ൽ പരം ആളുകൾ ഇന്നും ജയിലറകളിൽ കിടക്കുകയാ. കള്ളക്കേസുകൾ ചുമത്തി. എന്തിനാ സ്നേഹിത? മദ്യപിക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞത് കൊണ്ടോ, ദുശീലങ്ങൾ ഭാവമാണെന്ന് പറഞ്ഞത് കൊണ്ടോ? അയ്യോ സ്നേഹിത, ഒരു കാര്യം ഞങ്ങൾ പറയാം, ലോകത്തൊരു പക്ഷേ നിങ്ങൾ അംഗീകരിച്ചാലും അംഗീകരിച്ചില്ലെങ്കിലും ഈ സത്യത്തെ മറുത്തു പറയാൻ ലോകത്ത് ഒരുവനും കഴിയത്തില്ലെന്നുള്ള വസ്തുത ഇന്ന് പകൽക്കാലം ഈ മലയോര പ്രദേശമായ കിഴക്കൻ മല അറിയേണ്ടതുണ്ട്. ക്രിസ്തുവിന്റെ സ്നേഹത്തിന് മാത്രമേ നിങ്ങളെ പിടിപ്പാൻ കഴിയത്തുള്ളൂ. സ്നേഹിത, മദ്യത്തിന്റെ ആസക്തിയിൽ നിന്ന്, ലഹരി പദാർത്ഥങ്ങളുടെ ആസക്തിയിൽ നിന്ന് നിങ്ങളെ വിമോചിതനാക്കാൻ ഒരൊറ്റ മാർഗമേ ഉലകത്തിലുള്ളൂ. അതിന്റെ പേരാ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ മാർഗം ആരെയും മതത്തിൽ ചേർക്കുന്ന ഒരു പരിപാടിയല്ല. ഒരാൾക്ക് മതത്തിൽ, ഏത് മതത്തിലും ചേരാം. അതിന് ഇന്ത്യൻ ഭരണഘടന ഇവിടെ സ്വാതന്ത്ര്യം തരുന്നുണ്ട്. ഏത് മതത്തിൽ വിശ്വസിക്കുന്നവരും എവിടെയും എങ്ങനെയും ആ മതം പ്രചരിപ്പിക്കാനുള്ള അവകാശം ഇന്ത്യൻ ഭരണഘടന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ സുഹൃത്തെ, ക്രിസ്ത്യാനിയാകാൻ ഒരുവന് പെട്ടെന്ന് നടക്കത്തില്ല. ക്രിസ്ത്യാനിയാകണമെങ്കിൽ അതിന് ചില ചില ആചാരങ്ങളും നിയമങ്ങളും പ്രമാണങ്ങളും ഉണ്ട്. വേഗത്തിൽ ഒരുത്തിന് ഇങ്ങോട്ട് വന്ന് ഞാൻ ക്രിസ്ത്യാനി അങ്ങോട്ടാകുകയാണെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒന്നും നടക്കുന്ന ഒരു കാര്യമേ അല്ല ഈ സുവിശേഷത്തിന്റെ പ്രസ്ഥാനം. ഒരുപക്ഷെ ഹൃദയം ദൈവത്തിന് കൊടുത്താൽ താങ്കൾ രക്ഷിക്കപ്പെടും. യേശു നിങ്ങളോടൊത്ത് വസിപ്പാനിടയാകും. പക്ഷെ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് വേറെയൊന്ന്. അതിന് പറയുന്നു, നീ രക്ഷിക്കപ്പെടണം, മാനസാന്തരപ്പെടണം, ജലസ്നാനമേൽക്കണം. അങ്ങനെ ഏൽക്കണമെങ്കിൽ ചില വർഷങ്ങൾ താങ്കൾക്ക് വെയിറ്റ് ചെയ്യേണ്ടതായി വരും. ചില വർഷങ്ങൾ താങ്കൾക്ക് നോക്കിയിരിക്കേണ്ടതായി വരും. കാരണം എന്താണെന്നറിയാമോ? ഇത് പെട്ടെന്ന് ഒരുത്തിനും വന്നു കയറാൻ പറ്റുന്ന ഒരു വിഷയമല്ലെന്ന് ഈ ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത്. സുഹൃത്തെ, ഒരു കാര്യം ഞാൻ പറയാം, മാനസാന്തരമില്ലാത്ത മതോന്മത്തരായി കിടന്ന എത്രയോ പേരെ, മനുഷ്യനെ മനുഷ്യനായി തിരിച്ചറിയാൻ കഴിയാത്ത എത്രയോ പേരെയാ ഈ സുവിശേഷം നേരെയാക്കിയിട്ടുള്ളത്. ഇന്നൊരു പക്ഷേ സ്കൂളിലേക്ക്, കോളേജിലേക്കാണ് പോകുന്ന താങ്കളുടെ മക്കൾ, താങ്കളുടെ കുഞ്ഞുങ്ങൾ എവിടെ പോകുന്നു, ആരോട് സംസാരിക്കുന്നു, ഏത് നിലവാരത്തിൽ ഇടപെടുന്നു എന്നാരറിയുന്നു? സ്നേഹിത, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എത്രയോ മാന്യതയോടെ ഇറങ്ങുകയാ. പക്ഷേ അവർ വീട്ടിൽ തിരിച്ചു വരുമ്പോ അയ്യോ അപമര്യാദകൾ, അപമാനങ്ങൾ, അപവാദങ്ങൾ കേൾക്കേണ്ടി വരുന്ന എത്രയോ മാതാപിതാക്കൾ കരഞ്ഞ് വിലപിച്ച് മാറത്തടിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കൊച്ചു കേരളത്തിന്റെ നടുവിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. സ്നേഹിത, ഇവിടെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശുവിന്റെ സുവിശേഷം താങ്കൾക്കൊരു മാറ്റം വരുത്തുന്നത്. ഇന്ന് വരെ ഒരുപക്ഷെ താങ്കളുടെ മക്കളെ ഓർത്ത് നിലവിളിക്കുന്നുണ്ടായിരിക്കാം, കരയുന്നുണ്ടായിരിക്കാം. എന്റെ മകന്റെ മദ്യപാനം, എന്റെ കുഞ്ഞിന്റെ അഴുക്ക് സ്വഭാവങ്ങൾ, അയ്യോ അതിനെ ഓർത്ത് ഞാൻ ഭാരപ്പെടുന്നു. എനിക്കൊരു സമാധാനമില്ല, ഒരു സ്വസ്ഥതയില്ല.
ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് പോകാൻ കഴിയുന്നില്ല. സ്നേഹിക്കുന്ന ഒരു കാര്യം ഞാൻ പറയാം, യേശുവിനായി താങ്കളുടെ മനസ്സ് കൊടുക്കാൻ കഴിയുമെങ്കിൽ യേശു നിങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാണ്, അവൻ നിങ്ങളെ മാനിക്കുന്ന ദൈവമാണ്. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കർത്താവായ യേശു ക്രിസ്തു ഒരു കാര്യം ഇങ്ങനെ വെളിപ്പെടുത്തേണ്ടതായി. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. ഒരുവൻ അപ്പന്റെ കൂടെ നടന്നു, ഒരുവൻ അപ്പനോടൊപ്പമല്ല നടന്നു. അപ്പനോടൊപ്പമല്ലാത്ത മകൻ അവൻ വന്നിട്ട് പറഞ്ഞു, അപ്പാ എനിക്ക് വരേണ്ട പങ്ക് തരികണം, എനിക്ക് പുറത്തോട്ടൊന്ന് പോകണം. അപ്പന്റെ കയ്യിൽ നിന്ന് അപ്പനോട് വഴക്ക് പിടിച്ച്, അപ്പനെ ശകാരിച്ച്, അപ്പന്റെ കൊത്തിന് വിളിച്ച് അവൻ വാങ്ങേണ്ടത് മുഴുവൻ വാങ്ങി പുറം ലോകത്തേക്ക് യാത്രയാകുന്ന സമയം അപ്പൻ അവരോട് കരഞ്ഞു പറഞ്ഞു, മക്കളെ നീ പോവരുത്, നിനക്കിത് പക്വതയായില്ല, നിനക്കിതിനെ ചെലവഴിക്കാൻ മനസ്സായില്ല, അതിനുള്ള പ്രായമായില്ല. അവൻ കൂട്ടാക്കിയില്ല. ഇന്ന് അങ്ങനെയാണല്ലോ, നല്ലൊരു ബൈക്ക് മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോൻ പറയും ഞാൻ ഫാനെ കെട്ടി നാന്ന് കളയും, അല്ലെങ്കിൽ ഏതെങ്കിലും വണ്ടിയുടെ മുമ്പിൽ ചാടി ആത്മഹത്യ ചെയ്യും. സ്നേഹിത, ഇന്ന് എത്രയോ കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയൊരു കാലം പഴയ കാലത്തിലും വിശുദ്ധ വേദപുസ്തകം തെളിയിക്കുകയാ. ഇങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് അപ്പൻ സ്വത്ത് വീതിച്ചു കൊടുത്തു. ആ മകൻ ദേശത്തേക്ക് പോയി, അനേകരെ കണ്ടു, അനേകരോട് സംസാരിച്ചു. അവന്റെ സ്വത്തും പണവും മുഴുവൻ അവിടെ കൊണ്ട് തീർന്നു. അവസാനം ഒന്നുമില്ലാത്തവനായി, ഗത്യന്തരമില്ലാത്തവനായി, പന്നികളെ മേയ്ക്കുന്ന, പന്നികൾക്ക് കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് ജീവിപ്പാൻ അവൻ ആഗ്രഹിച്ചു എന്ന് വിശുദ്ധ തിരുവെടുത്ത് വെളിപ്പെടുത്തുകയാ. അവിടെ കൊണ്ട് തീർന്നില്ല. അവൻ അന്ന് രാത്രി ഒരു തീരുമാനമെടുത്തു, ഞാൻ എൻ്റെ അപ്പന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലും. അപ്പനോട് പറയും, അപ്പാ ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകൻ എന്ന പേര് ഞാൻ യോഗ്യനല്ല, കൂലിക്കാരിൽ ഒരുവനായിട്ട് എന്നെ സ്വീകരിക്കണം. എപ്പോൾ തീരുമാനമെടുത്തു അവൻ മടങ്ങി സ്വന്തം വീട്ടിലേക്ക്. അവൻ വെച്ചും വിറച്ചും വീണും എഴുന്നേറ്റും നടന്നു നീങ്ങാൻ തുടങ്ങി. നാളുകളായി ഒരു മകൻ നഷ്ടപ്പെട്ടതിന്റെ വേർപാടിൽ കണ്ണുനീരോടെ തീരധാനത്തിൽ വല്ലാത്ത വിഷമമായി അപ്പൻ കഴിക്കാതെ കുടിക്കാതെ ഉറങ്ങാതെ വല്ലാത്ത വിഷമത്തിൽ ഈ മകന് വേണ്ടി കാത്തിരിക്കുകയാ. അങ്ങനെ നിൽക്കുമ്പോൾ ദൂരെ നിന്നിതാ ഒരു മകൻ വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും ഒക്കെ വരുന്നു. ഈ അപ്പന് മനസ്സിലായി അതെന്നെ നഷ്ടപ്പെട്ടു പോയ മകനാണ്. സ്നേഹിത, ഒരു കാര്യം ഞാൻ പറയാ, താങ്കൾ ക്രിസ്തുവിൽ നടന്നുപോയി മദ്യത്തിനും മയക്കുമരുന്നിനും ലഹരി പദാർത്ഥങ്ങൾക്കും അടിമപ്പെട്ട് പാപത്തിന്റെ പട്ടികയിൽ, പാപത്തിന്റെ കുത്തകയിൽ, പാപത്തിന്റെ ഭാണ്ഡക്കെട്ടുകളുമായി താങ്കൾ നടന്നു നീങ്ങുമ്പോൾ താങ്കളെ ഓർത്ത് വിലപിക്കുന്ന ഒരപ്പനുണ്ട്, താങ്കളെ ഓർത്ത് കരയുന്ന ഒരമ്മ വീട്ടിലുണ്ടെന്ന് നിങ്ങൾ മറക്കരുത്. ലോകത്തിലെല്ലാവരും കുറ്റം പറഞ്ഞാലും നിങ്ങളുടെ അപ്പൻ, നിങ്ങളുടെ അമ്മ നിങ്ങൾ കുറ്റം പറയത്തില്ല. നീ എത്ര പാപിയാണെങ്കിലും, താങ്കൾ എത്ര മോശപ്പെട്ടവരാണെങ്കിലും, നിങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ കണ്ണുനീരൊഴുകാൻ നിങ്ങളുടെ മാതാപിതാക്കൾ മാത്രമേ ഉള്ളൂ. എത്രയോ മാതാപിതാക്കൾ സ്വന്തം വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, സ്വന്തം വീടുകളിൽ നിന്ന് തെരുവോരങ്ങളിൽ വലിച്ചെറിയപ്പെടേണ്ടതായി വന്നു, സ്വന്തം വീടുകളിൽ നിന്ന് അനാഥാലയങ്ങളിലേക്ക് പോകേണ്ട വന്നു. സുഹൃത്തെ, സ്നേഹിത, ഒരു കാര്യം ഇതാ ഞാൻ സംക്ഷേപിച്ചുകൊണ്ട് ഇവിടെ ഈ പ്രസംഗം പൂർത്തീകരിക്കാൻ ആഗ്രഹിക്കുകയാ. ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ ഒരു വഴി ഉണ്ടെങ്കിൽ ഇന്ന് മാനസാന്തരത്തിന് താങ്കൾക്ക് ഒരു അവസരമുണ്ട്. യേശുവിനോട് പറ, യേശുവേ എനിക്കങ്ങേ വേണം, എന്റെ ജീവിതത്തിനൊരു മാറ്റം വേണം, എനിക്കൊരു രൂപാന്തരം വേണം, എന്റെ പാപാവസ്ഥകൾക്കൊരു മാറ്റം വേണം, എനിക്ക് നല്ലവനായി തീരണം, എന്റെ ഭാര്യയ്ക്ക് നല്ലൊരു ഭാര്യയായി, എന്റെ അമ്മയ്ക്ക് നല്ലൊരു മകനായി, എന്റെ മക്കൾക്ക് നല്ലൊരു പിതാവായി എനിക്കൊന്നാകണം. അതിനായി എന്നെ ഒന്ന് പണിയണമെന്ന് ഇന്ന് ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന താങ്കളിൽ എത്ര പേർക്ക് ഹൃദയത്തിനകത്ത് തീരുമാനമെടുക്കാൻ കഴിയും? എത്രയോ കുഞ്ഞുങ്ങൾ പേടിച്ചരണ്ട് കട്ടിൽ കീഴി ഒളിക്കുന്നു. അപ്പൻ വരുമ്പോ എത്രയോ മക്കൾ വീടുകളിൽ നിന്ന് പുറത്തേക്ക് ഓടുന്നു. അപ്പൻ വരുമ്പോ അപ്പനെ കാണാൻ പേടി, അപ്പനോട് മിണ്ടാൻ പേടി. സ്നേഹിത, യേശുവിനെ അറി. താങ്കളുടെ സ്വഭാവത്തിന്, താങ്കളുടെ രീതികൾക്ക് വ്യത്യാസം വരുത്താൻ ഈ യേശുവിന് മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ഈ ലഹരി വിമോചന യാത്രയിൽ ഞങ്ങൾക്ക് പറയാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ, യേശുവായിരിക്കട്ടെ താങ്കളുടെ ലഹരി. ഉലകത്തിൽ താങ്കൾ എത്ര വിദ്യാസമ്പന്നനായിരുന്നാലും കോടീശ്വരനായിരുന്നാലും ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിൽ എന്തിനാ ഇത്രയധികം ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ യുവതി യുവാക്കളെ
തകർത്തുകൊണ്ടിരിക്കുന്നത് നാളത്തെ തലമുറയിലാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ശത്രുവിന്റെ ആഗ്രഹം അതല്ല, നമ്മുടെ തലമുറകളെ നശിപ്പിച്ചു കളയാനാ. സ്നേഹിത, എത്രയോ നാളുകളായി തങ്ങളുടെ കുഞ്ഞിനെ ഓർത്തു താങ്കൾ കരയുന്നു, തങ്ങളുടെ ഭർത്താവിനെ ഓർത്തു താങ്കൾക്ക് നിലവിളിക്കുന്നു, തങ്ങളുടെ പപ്പയെ ഓർത്തു താങ്കൾ കരയുന്നു. അതിന് ദൈവത്തോട് പറഞ്ഞ, ദൈവമേ, എന്റെ പിതാവിനെ, എന്റെ മകനെ, എന്റെ ഭാര്യയെ ഒന്നും മടക്കി വരുത്തണം. ഞാൻ അങ്ങയെ സേവിക്കാൻ, അങ്ങയോട് ഏറ്റവും അടുത്തു ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാ. അതിന് താങ്കൾ എന്ത് ചെയ്യണം? യേശുവിനെ സ്വന്തം രക്ഷിതാവായി വായിക്കൊണ്ട് ഏറ്റുപറയണം. യേശുവേ, അങ്ങ് എനിക്കായി ജീവിച്ചു, അങ്ങ് എനിക്കായി മരിച്ചു, അങ്ങ് എനിക്കായി ഉയർന്നെഴുന്നേറ്റു. ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്നതിനായി ഞാൻ നന്ദി എന്ന് പറഞ്ഞ് എന്നെ പൂർണ്ണമായി നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയാൻ കഴിയും? സ്നേഹിത, ഒരു കാലഘട്ടത്തിൽ ദൈവമില്ലാതെ ആ ലോകത്തിന്റെ സകല പ്രശ്നങ്ങളിലൂടെ നടന്നു നീങ്ങിയവരാണ് ഞങ്ങൾ. പക്ഷേ ഇന്ന് ഈ ശബ്ദത്തിൽ കൂടെ, ഈ ശബ്ദവീതിയിൽ കൂടെ ഞങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഞങ്ങൾ അറിഞ്ഞ ഈ ഒരു മഹാസത്യം, ഈ ഒരു സത്യം നിങ്ങളെ സ്വാതന്ത്ര്യപ്പെടുത്തും, ഈ ഒരു സത്യം നിങ്ങളെ ധന്യരാക്കി തീർക്കും. ഈ ഒരു സത്യത്തിലേക്ക് കടന്നു വരാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞങ്ങളുടെ വാക്കുകൾക്ക് ഞങ്ങൾ വിരാമമിടുകയാണ്. സ്തോത്രം. ഇപ്പോൾ ഈ യോഗം ഇവിടെ പര്യവസാനിക്കുന്ന മുമ്പായി ഒരു വാക്കുകൂടെ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ആ യോഗം ഇവിടെ അവസാനിപ്പിക്കുവാൻ ദൈവനാമത്തിൽ ശരണപ്പെടുന്നു. പ്രിയ സഹോദരൻ, നിങ്ങൾക്കായി ഇപ്പോൾ ഒരു വാക്ക്